ബിഗ് ബോസ് വീട്ടിൽ ജയിക്കുന്നത് ഒരാളാണ്. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ സർവൈവ് ചെയ്യുന്നത് അതെല്ലാവർക്കും പറ്റത്തില്ല. ചിലർക്ക് ഫെയിം കിട്ടും, ചിലർക്ക് കുറേ ഉദ്ഘാടനങ്ങൾ കിട്ടും, ചിലർക്ക് ഫോളോവേഴ്സ് കിട്ടും, ചിലർക്ക് കുറേ ഹെയ്റ്റ് കിട്ടും, ചിലർക്ക് ജീവിതം തന്നെ മാറും. പക്ഷെ ചിലർക്കോ ബിഗ് ബോസ് കഴിഞ്ഞാൽ ആളുകൾ പതിയെ പതിയെ അങ്ങ് മറക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ചില പ്രധാന മത്സരാർത്ഥികളുടെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണെന്നാണ്. അപ്പോൾ ബിഗ് ബോസ് ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. സത്യത്തിൽ കഴിഞ്ഞ സീസൺ ഒരു സ്ട്രേഞ്ച് സീസൺ ആയിരുന്നു. പുറത്ത് നടന്ന കളികള്, PR ആരോപണങ്ങള്, ഫാൻ ഫൈറ്റ്, യൂട്യൂബ് ഡിസ്കഷൻസ്, ഇതൊക്കെ ചേർന്നാണ് സീസൺ 7 ഈ ഒരു വലിയ റീച്ച് ഒക്കെ ഉണ്ടായത്. പക്ഷെ ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ? വീടിനകത്തെ ഗെയിമിനെക്കാട്ടിയും പുറത്തെ ഗെയിം ആയിരുന്നു കൂടുതൽ ഡേഞ്ചറസ് ആയിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു വ്യക്തി അനുമോള് തന്നെയാണ്. സത്യത്തിൽ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് കണക്ട് കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചാലും ഈ പറയുന്ന അനുമോളുടെ പേരേ പറയാനുള്ളൂ. പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം കുറേ പേർക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻ ആയിരിക്കും. കാരണം ഒരു പെർഫെക്റ്റ് ഗെയിം ചേഞ്ചർ ആയിരുന്നു. ഇവരുടെ റിയാക്ഷൻസ് ഒക്കെ അഭിനയിക്കുകയാണോ അഭിനയിക്കുകയല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു കണക്ഷൻ കൊണ്ടുവരാൻ പറ്റി. പിന്നീട് ബിഗ് ബോസിൽ സംഭവിച്ചത് PR ആരോപണങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരാൾ സപ്പോർട്ട് കിട്ടി മുന്നോട്ട് പോകുന്നത് കണ്ടാൽ തന്നെ PR ആണല്ലേ, അതൊരു ഡേഞ്ചറസ് ഫേസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കണ്ടസ്റ്റൻസ് ജെനുവിൻ ആയാൽ പോലും അവരെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയി. അനുമോളുടെ കാര്യത്തിലും ഇപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയണം, ബിഗ് ബോസ് കഴിഞ്ഞിട്ടും അവർ ആ ഒരു റെലവൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വ്ളോഗ് ചെയ്യുമ്പോഴാണെങ്കിലും പബ്ലിക് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിക്കോട്ടെ, ഇനാഗുറേഷൻസ് ആയിക്കോട്ടെ, ഇപ്പോഴും ആളുകൾ അവരെ മറന്നിട്ടില്ല, മറക്കാൻ പോകുന്നു എന്ന് തോന്നുന്നുമില്ല. ഇനി ആദില നൂറ ബിഗ് ബോസ് വീട്ടിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിനെ ഫേക്ക് അല്ലാതെ കൊണ്ടുവന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അവരുടെ ഒരു ടീം അങ്ങനെയായിരുന്നു. അനുമോളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. കാരണം ബിഗ് ബോസിനകത്ത് കുറേയധികം മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ പുറത്തു വന്നതിന് ശേഷം അവർ സംസാരിച്ചത് തിരിച്ചു കൊണ്ടുവന്നു. ഇതാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയി മാറിയത്. ആദില നൂറ സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വ്ളോഗ് ആയിക്കോട്ടെ, പിന്നെ കുറെ ഒരു പപ്പീനെ കിട്ടിയിട്ടുണ്ട്, അതിനെ വളർത്തുന്നതായിക്കോട്ടെ, അത്തരത്തിൽ അവർ നന്നായിട്ട് റീച്ച് നേടുന്നുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പോലും ആളുകൾ ഇവരെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ ആ ഒരു വിസിബിലിറ്റി കൂടുന്നുണ്ടെങ്കിൽ, അവരുടെ ആ ഒരു ക്യൂരിയോസിറ്റി അവർക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരത് സക്സസ് ആണ് എന്ന് പറയാം. ഇനി അനീഷ്, സത്യത്തിൽ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ കോമൺ മാൻ ഇമേജ് അത്ര സ്ട്രോങ്ലി വർക്ക് ആവാറില്ലായിരുന്നു. പക്ഷേ ഈ സീസണിൽ അനീഷിൻ്റെ അത് സ്ട്രോങ് ആയിട്ട് വർക്കായി. ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് അല്ലാത്തത് കൊണ്ടാണ് അനീഷിന് ആദ്യം നെഗറ്റീവ്സ് ഒക്കെ വന്നത്. അപ്പോഴേക്കും ഓഡിയൻസിന് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു റൈറ്റർ എന്ന രീതിയിൽ റെക്കഗ്നൈസ് ആകാനാണ്. അതിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ഇന്റർവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നതായിക്കോട്ടെ, അങ്ങനെ അനീഷിന് ആ ഒരു ഫെയിമിനേക്കാൾ കൂടുതൽ റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്. സോ ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞിട്ടും നല്ലൊരു പോസിറ്റീവ് ഗ്രോത്ത് ഉണ്ടായ ഒരു വ്യക്തി എന്ന് പറയുന്നത് അനീഷാണ്. കാരണം ഫെയിം എന്ന് പറയുന്നത്, ഫേമസ് ആവുക എന്ന് പറയുന്നത് ഒരു ടെമ്പററി സംഭവമാണ്. പക്ഷെ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് അത് പോസിറ്റീവാണ്, അത് എന്നും ഒരു ഹെൽത്തി ഗ്രോത്ത് ആണ്. നെക്സ്റ്റ് അക്ബറിനെ കുറിച്ച് നോക്കാം. സത്യത്തിൽ അക്ബറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ബിഗ് ബോസിൽ നല്ലതുപോലെ ചീത്തവിളിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അക്ബർ. പക്ഷേ അതിന് പുറത്തിറങ്ങി, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറേ അധികം അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ ബിഗ് ബോസ് വീട്ടിനകത്തുണ്ടായിരുന്ന സമയത്ത് തന്നെ അപ്പാനിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ട്. പുറത്തിറങ്ങിയതിന് ശേഷം ആദില നൂറ അനുമോളുമായിട്ട് വരെ അക്ബറിന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്ബറിന്റെ വിവാഹം വലിയൊരു കോണ്ടന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന ഒരു കോണ്ടസ്റ്റന്റിന് ഇതേ കണക്കൊരു റീച്ച് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതും ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ടായ ഒരാൾ. ഇനി രേണുസുതി, സത്യത്തിൽ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ബസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് രേണുസുതി. ആ സമയത്ത് ട്രോൾ പേജസ് മുഴുവൻ രേണുസുതിയുടെ ഒരു കോണ്ടന്റ് ആയിരുന്നു. ഏറെക്കുറെ ഇന്നും അതൊക്കെ തന്നെ. ഇപ്പോൾ സബ്സ്ക്രിപ്ഷന്റെ ആ ഒരു കൾച്ചർ, ഇൻസ്റ്റഗ്രാം ഇമേജ്, വൈറൽ റീൽസ്, കോൺട്രോവേഴ്സീസ്, അങ്ങനെ എന്നും ഒരു ക്യൂരിയോസിറ്റി വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ രേണുസുതിക്ക് സാധിക്കുന്നുണ്ട്. സോ പേഴ്സണലി നോക്കുകയാണെങ്കിൽ രേണുസുതി ഒരു കോണ്ടസ്റ്റന്റ് ആയിട്ട് വന്നെങ്കിലും അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പുറത്ത് ആ ഒരു വൈറാലിറ്റി നിലനിർത്താൻ ഇന്നും രേണുസുതിക്ക് സാധിക്കുന്നുണ്ട്. കേരളത്തിൽ ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർക്ക് എപ്പോഴും നല്ല റീച്ച് കിട്ടും. അത്തരത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് രേണുസുതി. നെക്സ്റ്റ് ശൈത്യ ശരിക്കും പറഞ്ഞാൽ പാവം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം
ഓഡിയൻസിന് അത്ര ക്ലാരിറ്റി കിട്ടാത്തൊരു വ്യക്തിയായിരുന്നു. ഹൗസിൽ പ്രത്യേകിച്ച് അങ്ങനെ കൂട്ടുകളൊന്നും ഇല്ലാതിരുന്നിട്ട് അനുമോളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടി പതുക്കെ കൂടി കുറച്ച് കോൺട്രവേഴ്സീസിലൊക്കെ വന്ന് പിന്നെ പുറത്തുള്ള PR, ഫാൻ പേജ്, ഒപ്പീനിയൻസ്, റിവ്യൂസ് ഇതൊക്കെ കൊണ്ട് കുറച്ച് ഫേമസ് ആയി. എന്നാൽ അതേസമയം തന്നെ നല്ല നെഗറ്റീവ് കമൻസ് കിട്ടി. ഇന്നും ശൈത്യ എന്ന് പറയുമ്പോൾ ഓഡിയൻസ് റീകോൾ ചെയ്യുന്ന ഒരു കോണ്ടസ്റ്റന്റ് ആണ്. പക്ഷേ നെഗറ്റീവ് സൈഡാണ് ഇന്നും ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. സോ ശൈത്യയുടെ ഭാഗം ശൈത്യക്ക് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ പോസിറ്റീവിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയാം. ഇനി ശാരിക ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഇൻവിസിബിൾ ആയി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര വൈറലായി സ്ട്രോങ് ആയിട്ട് ഒരു ഹോട്ട് സീറ്റ് സ്റ്റാർ ആയിട്ട് വന്ന ഒരാളാണ്. പക്ഷേ ബിഗ് ബോസിൽ വന്ന് ആളുടെ ഒരു ജെനുവിനിറ്റി എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ പുറത്തിറങ്ങിയതിന് ശേഷം സ്ലോലി അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്, ചാനലും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പക്ഷേ ഇന്ന് അധികം ഹെയ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അത്ര അധികം റീച്ചിലേക്ക് ശാരിക വരുന്നില്ല. ട്രോൾ ചെയ്യേണ്ട കോണ്ടന്റുകളൊന്നും ശാരിക കൊടുക്കുന്നില്ല, അതുകൊണ്ടാണെന്ന് പറയാം. എങ്കിലും അവരുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് ഗ്രോത്ത് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ നെവിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. തുടക്കമേ പറയേണ്ട ഒരു വ്യക്തിയായിരുന്നു. ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരുപാട് വെറുപ്പിക്കാനും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നെവിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഫുൾ നോയിസ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ആയിരുന്നിട്ട് പോലും പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം നെവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നിട്ടും ഇന്നും നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇറീപ്ലേസബിൾ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നെവിനെ നമുക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. വേറൊരു വ്യക്തി നെവിന് സ്യൂട്ടായി ചിന്തിക്കാനേ പറ്റത്തില്ല. സോ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ അത് നെവിനാണെന്ന് പറയാൻ സാധിക്കും. കാരണം വെച്ചാൽ ഇത്രയും സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പോസിറ്റീവായിട്ട് റെലവൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇനി അപ്പാനി ശരത്തിനെ നിങ്ങൾ മറന്നുപോയോ? സത്യത്തിൽ അപ്പാനി ശരത്തിന്റെ പേഴ്സണാലിറ്റി ബിഗ് ബോസ് ഓഡിയൻസ് ഒരുപാട് ഓവർ എക്സ്പെക്ട് ചെയ്തൊരു വ്യക്തിയാണ്. കാരണം ഓൾറെഡി ഒരു സിനിമാറ്റിക് ഇമേജ് ഒക്കെ ഉണ്ട്. മാസ് ഇമേജ് ഉള്ള ആളുകളൊക്കെ റിയാലിറ്റി ഷോയിലേക്ക്, എസ്പെഷ്യലി ബിഗ് ബോസിലേക്ക് വരുമ്പോഴത്തേക്കും ഓഡിയൻസ് ഒക്കെ ഒറിജിനൽ പേഴ്സണാലിറ്റി ഇങ്ങനെ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒരുപാട് കാണിക്കും. സോ ഓവർ ഹൈപ്പ് കിട്ടി ബിഗ് ബോസിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അപ്പാനിക്ക് അതൊരു വലിയ ചലഞ്ച് ആയിരുന്നു. സിനിമ ഇമേജ് ബ്രേക്ക് ചെയ്തിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ആ സിനിമയിൽ കണ്ട ആ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറി നമ്മൾ ഇതിനെ കാണേണ്ടി വരും. സോ അപ്പാനിക്ക് അവിടെ ഒരു ഫെയില്യൂർ സംഭവിച്ചു. അപ്പാനിയുടെ കയ്യിൽ നിന്ന് പോയി. എങ്കിലും പുറത്തിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന നെഗറ്റീവ്സിനോടെ വളരെ പക്വതയോടെ, അതായത് വളരെ എന്താ പറയുക മൈൽഡായിട്ട്, അധികം ഒന്നും ചുമ്മാ വലിച്ചു വാരി സംസാരിക്കാൻ പോകാത്തത് കൊണ്ട് തന്നെ അപ്പാനി ശരത്ത് ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു അധികം ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. ദെൻ ജിസേലിന്റെ ഒരു ഗ്ലാമറസ് വേർഷൻ ആയിരുന്നു സത്യത്തിൽ ബിഗ് ബോസ് സീസൺ 7 ആദ്യം എല്ലാവരും ചർച്ച ചെയ്തത്. എന്നാൽ അത് മാത്രം കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല. പതുക്കെ ബിഗ് ബോസിൽ അനുമോളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ജിസേലിന് കോണ്ടന്റ് ഒക്കെ ഉണ്ടായി വന്നു. എന്നാൽ ഒരു ഹ്യൂമൻ ബീങ്, ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ്, ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ജിസേലിന് ഒരു റീച്ച് കിട്ടുകയും പുറത്തിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന ഒരു ഗ്ലാമറസ് ലെവൽ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു ഫേസ് മാർക്കറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ക്രീൻ പ്രസൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൽ വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ദെൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ജിസേലിന്റെ കൂടെ തന്നെ പറയാം ആര്യനെ സംബന്ധിച്ചിടത്തോളം ഒരു യങ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ ഇടയിൽ ആര്യൻ നല്ല റീച്ച് ആകും. പക്ഷെ ആ ഒരു റീച്ച് ഈ പറയുന്ന യങ് ഓഡിയൻസിന് പുതിയൊരു വ്യക്തിയെ കിട്ടുമ്പോഴത്തേക്കും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ആര്യൻ എന്ന് പറയുന്നത് ഇന്ന് അധികം ആൾക്കാർ സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ പേഴ്സണൽ ലൈഫിൽ പുള്ളിക്കാരൻ നല്ല എന്താ പറയുക അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസിനോ അല്ലെങ്കിൽ ട്രോളിനോ ഒന്നും നിന്നു കൊടുക്കുന്നില്ല. സോ നമ്മൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 കുറേ പേര് ഇനിയും പറയാനുണ്ട്. ഷാനവാസിക്ക, അതുപോലെ തന്നെ RJ ബിൻസി, ഇങ്ങനെ പറയാനാണെങ്കിൽ ബിന്നിയുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇവരൊക്കെ പേഴ്സണൽ ലൈഫിൽ വളരെ പക്വതയോടെ തന്നെ പോകുന്നത് കൊണ്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഈ ഒരു വൈറൽ കോൺട്രവേഴ്സീസിന്റെ ഇടയിലൊന്നും വരുന്നില്ല. ഈ കഴിഞ്ഞ സീസണിന്റെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു പോയിന്റ് അതാണ്. ഇവരാരും തന്നെ അനാവശ്യമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സീസിൽ വന്നിട്ടില്ല. എന്നാൽ പ്രീവിയസ് സീസണിലേക്ക് ഈ പറയുന്ന ഫെയിം ആയിട്ടുള്ള പല വ്യക്തികളും ഇന്നും കിടന്ന് ഭയങ്കര നെഗറ്റീവ് കമൻസ് ആണ് ഇന്നും എല്ലാവർക്കും, ട്രോളും മീംസും എല്ലാമായിട്ട്. സോ നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ഒരു കഴിഞ്ഞ സീസണിൽ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ആരാണ്, അതുപോലെ തന്നെ ഇന്ന്
പുറത്ത് വന്നതിന് ശേഷം ഏറ്റവും സക്സസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യക്തി ആരാണ്? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 8 ഉടനെ തന്നെ വരുന്നതാണ്. അതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ട്. അടുത്ത ഒരു കോമണർ ആരായിരിക്കും ബിഗ് ബോസ് സീസൺ 8ലേക്ക് എന്നുള്ളതൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾ ചാനൽ സെർച്ച് ചെയ്ത് കണ്ടെത്തി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.